നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂൽസ് ആൻഡ് ഫ്യൂൽ സിസ്റ്റം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. പെട്രോൾ എഞ്ചിന്റെ ഒബ്ജക്റ്റീവ്സ്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഫ്യൂൽസ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്യൂൽസ് ഉണ്ട്? എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡിറ്റീവ്സ് ഓഫ് ഫ്യൂൽ. അതായത് ഫ്യൂലിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ ഫ്യൂലിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഏതൊക്കെയാണ്. സ്റ്റേറ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെട്രോൾ ഫ്യൂൽ ഫീഡ് സിസ്റ്റം. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെട്രോൾ ഫ്യൂൽ ഫീഡ് സിസ്റ്റംസ് ഏതൊക്കെയാണ്. സ്റ്റേറ്റ് ദ കോമ്പണൻസ് ഓഫ് പമ്പ് ഓർ ഫോഴ്സ് ഫീഡ് സിസ്റ്റം. പമ്പ് അല്ലെങ്കിൽ ഫോഴ്സ് ഫീഡ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ഫ്യൂൽസ്. Petrol engine converts heat energy of the fuel into mechanical energy. അതായത് പെട്രോൾ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ദ എഞ്ചിൻ ഫ്യൂവൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഫ്യൂവൽസ്. അതായത് ഫ്യൂവൽസ് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, പിന്നെ ഗ്യാസ് ഫ്യൂവൽസും ഉണ്ട്. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് സോളിഡ് ഫ്യൂൽസ്. അതായത് സാധാരണയായി എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനുകളാണ് സോളിഡ് ഫ്യൂൽ ഉപയോഗിക്കുന്നത്. കോൾ, കൽക്കരിയാണ് നമ്മൾ സാധാരണയായി സോളിഡ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് യൂസ് ലിക്വിഡ് ഓർ ഗ്യാസ് ഫ്യൂൽസ്. അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഫ്യൂൽസ് ആയിരിക്കും. ദ മോസ്റ്റ് കോമൺ ഫ്യൂൽസ് യൂസ്ഡ് ഇൻ എൻജിൻസ് ആർ ഡീസൽ ഓർ പെട്രോൾ. അതായത് കോമൺ ആയിട്ട് നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ആണ് ലിക്വിഡ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഫ്യൂൽ ആയിട്ട് നമ്മൾ LPG, അതുപോലെ തന്നെ CNG ഒക്കെ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഒക്കെ നമ്മൾ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതാണ് പെട്രോൾ ഓർ ഗ്യാസോലിൻ. അതായത് പെട്രോളിന്റെ തന്നെ മറ്റൊരു പേരാണ് ഗ്യാസോലിൻ എന്ന്. പെട്രോളിനെ നമ്മൾ ഗ്യാസോലിൻ എന്നും അറിയപ്പെടാറുണ്ട്. പെട്രോൾ is a colorless liquid mixture of lighter hydrocarbon compounds. ഇത് പെട്രോളിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരു കളർലെസ് ലിക്വിഡ് ആണ് പെട്രോൾ. മിക്സർ ഓഫ് ലൈറ്റർ ഹൈഡ്രോകാർബൺസ്. അതായത് ലൈറ്റർ ഹൈഡ്രോകാർബൺസ് ആണ് പെട്രോളിൽ അടങ്ങിയിരിക്കുന്നത്. ഡീസലിലാണെന്നുണ്ടെങ്കിൽ ഹാർഡർ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട്സ് ആണ് ഡീസലിൽ അടങ്ങിയിരിക്കുന്നത്. പെട്രോളിനെ വെച്ച് നോക്കുമ്പോൾ ഡീസലിലെ ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട്സ് ഹാർഡർ ആയിരിക്കും. ഒബ്റ്റൈൻഡ് ഫ്രം ക്രൂഡ് പെട്രോളിയം ബൈ ഡിസ്റ്റിലേഷൻ ആൻഡ് ക്രാക്കിംഗ് പ്രോസസ്. അതായത് ഡിസ്റ്റിലേഷനിലൂടെയും ക്രാക്കിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ പെട്രോളിനെ ഒബ്റ്റൈൻ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു മെയിൻ പ്രോപ്പർട്ടീസ്, വൊളാറ്റിലിറ്റി ആൻഡ് ആന്റി നോക്ക് വാല്യൂ. അതായത് പെട്രോളിന്റെ പ്രധാന സവിശേഷതകളാണ് വൊളാറ്റിലിറ്റിയും ആന്റി നോക്ക് വാല്യൂ. ഇത് നമ്മൾ ഫ്യൂലിന്റെ സ്പെസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തതാണ് സ്പെസിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂൽസ്. അതായത് ഫ്യൂലിന്റെ സ്പെസിഫിക്കേഷനും ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂവൽ ടു ഗെറ്റ് എവാപ്പറേറ്റ്. അതായത് ഒരു ഫ്യൂവലിന് ബാഷ്പീകരിക്കപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. വാതക രൂപത്തിലേക്ക് ആവാനുള്ള കഴിവിനെയാണ് നമ്മൾ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് വേപ്പർ വിൽ ഈസിലി മിക്സ് വിത്ത് എയർ ഫോർ കമ്പഷൻ ആൻഡ് ഫ്യൂവൽ ക്യാൻ ബി ബേൺ ഈസിലി. അതായത് നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ എയറും ഫ്യൂവലും മിക്സ് ചെയ്തിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൊളാറ്റിലിറ്റി കൂടിയ ലിക്വിഡ്, അതായത് ബാഷ്പീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ള ഫ്യൂവൽസ് നമുക്ക് ഈസിയായി എയറുമായി മിക്സ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഈസി കമ്പഷനെ നമുക്ക് എളുപ്പമാക്കാനും സാധിക്കുന്നു. അടുത്തതാണ് വിസ്കോസിറ്റി. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ ടു ഫ്ലോ. ഒരു ഫ്യൂവലിനെ ഒഴുകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഒരു ഫ്യൂവലിനെ ഒഴുകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എ ലോവർ വിസ്കോസിറ്റി ഫ്യൂവൽ will flow more easily than that of
ഹയർ വിസ്കോസിറ്റി. അതായത് വിസ്കോസിറ്റി കുറഞ്ഞ ഫ്യൂവലുകൾ വിസ്കോസിറ്റി കൂടിയ ഫ്യൂവലുകളെക്കാൾ ഈസിയായി ഫ്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രിഫർ ചെയ്യേണ്ടത് വിസ്കോസിറ്റി കുറഞ്ഞ ഫ്യൂവലുകളായിരിക്കണം. കാരണം ഈസിയായി നമുക്ക് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റി കുറഞ്ഞ ഫ്യൂവലുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതാണ് സൾഫർ കണ്ടന്റ്. ഫ്യൂവൽസ് കണ്ടെയ്ൻ സം സൾഫർ. എല്ലാ ഫ്യൂവൽസും സം എമൗണ്ട് ഓഫ് സൾഫർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സൾഫർ പ്രസന്റ് ഇൻ ദ ഫ്യൂവൽ ഇൻക്രീസ് ദ കൊറോഷൻ ഓഫ് ദ എൻജിൻ. അതായത് സൾഫർ കണ്ടന്റ് കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻജിന്റെ കൊറോഷൻ തുരുമ്പ് പിടിക്കാൻ അത് കാരണമാകാറുണ്ട്. ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ദ റിഫൈനറി ആസ് ലോ ആസ് പോസിബിൾ. പരമാവധി റിഫൈനിങ് പ്രോസസ്സിന്റെ സമയത്ത് സൾഫർ കണ്ടന്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഫ്യൂവലാക്കി എടുക്കുന്നത്. എങ്കിലും സം എമൗണ്ട് ഓഫ് സൾഫർ ഫ്യൂവലിൽ എപ്പോഴും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. അടുത്തതാണ് ഒക്ടേൻ നമ്പർ. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ക്വാളിറ്റി ഓഫ് നോക്കിംഗ് ടെൻഡൻസി ഓഫ് ഫ്യൂവൽ. ഒരു ഫ്യൂവലിന്റെ നോക്കിംഗ് ടെൻഡൻസിയെ സൂചിപ്പിക്കുന്നതാണ് ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. ലെസർ ദ ഒക്ടേൻ നമ്പർ കോസസ് ലെസർ ദ നോക്കിംഗ് ടെൻഡൻസി ഓഫ് ഫ്യൂവൽ. അതായത് ഒക്ടേൻ നമ്പർ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂവലിന്റെ നോക്കിംഗ് ടെൻഡൻസി കുറവായിരുന്നു. എന്താണ് നോക്കിംഗ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡീസലിന്റെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്. സെൽഫ് ഇഗ്നിഷൻ. Ignition takes place before the occurrence of timed spark is known as self-ignition. Self-ignition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവല് സ്വന്തമായി കത്താനുള്ള ശേഷിയാണ് നമ്മൾ സെൽഫ് ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ടൈംഡ് സ്പാർക്കിന് മുമ്പ് തന്നെ ഒരു ഫ്യൂവല് കത്തുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് ഇഗ്നിഷൻ, അല്ലെങ്കിൽ സ്വന്തമായി കത്തുന്ന കഴിവിനെയാണ് നമ്മൾ സെൽഫ് ഇഗ്നിഷൻ ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത്. നമുക്ക് ഡിറ്റനേഷൻ എന്താണെന്ന് നോക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ കംപ്രഷൻ സ്ട്രോക്കിൽ സ്പാർക്ക് ഉണ്ടാകുന്ന നിമിഷത്തിൽ വായു ഇന്ധന മിശ്രിതം തൽക്ഷണമായി ജ്വലിക്കുന്നില്ല. പകരം സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഒരു സ്പാർക്ക് നിശ്ചിത പ്രവേഗത്തോടുകൂടി ജ്വലിക്കാത്ത ചാർജിനെ മർദ്ദീകരിക്കുന്നു. അവശേഷിക്കുന്ന ചാർജ് മുഴുവനായി കത്തിത്തീരുന്നതുവരെ ഈ മർദ്ദീകരണം തുടരുന്നു. ഇതിന്റെ ഫലമായി ഉത്ഭവിക്കുന്ന മർദ്ദ തരംഗങ്ങൾ കമ്പഷൻ ചേംബറിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് സിലിണ്ടർ ഭിത്തിയിലും കമ്പഷൻ ചേംബർ ഭിത്തിയിലും തട്ടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു റിംഗിങ് ശബ്ദമാണ് ഡിറ്റൊനേഷൻ അഥവാ നോക്കിംഗ്. ഈ ശബ്ദത്തെയാണ് നമ്മൾ നോക്കിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ ഡിറ്റൊനേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നത് വരെ സിലിണ്ടറിനകത്ത് ഈ തരംഗങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ ഡിറ്റനേഷനെ ആശ്രയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. കംപ്രഷൻ റേഷ്യോ, എഞ്ചിന്റെ വലിപ്പം, ത്രോട്ടിലിന്റെ ഓപ്പണിങ്, സ്പാർക്ക് അഡ്വാൻസ്, സ്പാർക്ക് പ്ലഗിന്റെ സ്ഥാനം, കംപ്രഷൻ ചേംബർ ഡിസൈൻ, എഞ്ചിന്റെ ടെമ്പറേച്ചർ, എയർ ഫ്യൂവൽ മിക്സറിന്റെ ടെമ്പറേച്ചർ എന്നിവ. ഡിറ്റനേഷൻ മൂലം നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനർജി ലോസ് ഉണ്ടാവും, എൻജിൻ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാം, അതല്ലാതെ എൻജിന്റെ മെക്കാനിക്കൽ തകരാറുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത ഇന്ധന ജ്വലനം ഉണ്ടാകാം. ഇതിന് നമുക്ക് പ്രതിവിധിയുണ്ട്. ഇന്ധനത്തിന്റെ ആന്റി നോക്ക് ഏജന്റുകൾ കലർത്തുക. അതായത് ആന്റി നോക്കിംഗ് എലമെന്റുകൾ നമ്മൾ ഫ്യൂവലിൽ ആഡ് ചെയ്യണം. എയർ ഫ്യൂവൽ മിക്സറിനെ കൂൾ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പ്രതിവിധികൾ. അടുത്താണ് atomization. It is the process of splitting the fuel into atoms or fine drops. ഇത് വേറൊന്നുമല്ല, ഫ്യൂവലിനെ ചെറിയ ഡ്രോപ്ലെറ്റുകളായി സ്പ്ലിറ്റ് ചെയ്യുന്ന
പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ആറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വേപ്പറൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ലിക്വിഡ് ഫ്യൂവൽ ഇൻ ടു വേപ്പേഴ്സ്. അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ഫ്യൂവലിനെ വേപ്പർ അഥവാ ബാഷ്പമാക്കി മാറ്റുന്നതിനാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ചാർജ്. ദ കമ്പസ്റ്റബിൾ എയർ ഫ്യൂവൽ മിക്സ്ചർ ഈസ് നോൺ ആസ് ചാർജ്. അതായത് കത്താൻ സഹായിക്കുന്ന എയർ ഫ്യൂവൽ മിശ്രിതത്തെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് സിലിണ്ടറിനകത്തേക്ക് ഫ്രഷ് ചാർജ് വന്നു എന്ന് എഞ്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ച സമയത്ത് നമ്മൾ പറയുന്നു ഈ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സറിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റിച്ച് മിക്സറും ഉണ്ട്, ലീൻ മിക്സറും ഉണ്ട്. എന്താണ് റിച്ച് മിക്സർ എന്ന് നോക്കാം. ഇൻ എ മിക്സർ റേഷ്യോ ഫ്യൂവൽ ഈസ് മോർ ദാൻ എയർ ഇറ്റ് ഈസ് എ റിച്ച് മിക്സർ. അതായത് എയറിനേക്കാൾ അധികം ഫ്യൂവലിന്റെ അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റിച്ച് മിക്സർ എന്ന് പറയുന്നു. എയറിനേക്കാൾ അധികം ഫ്യൂവൽ അടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? റിച്ച് മിക്സർ എന്ന് പറയുന്നു. നമ്മൾ കോൾഡ് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തൊക്കെ നമുക്ക് റിച്ച് മിക്സർ ആണ് ആവശ്യം. ഇനി ലീൻ മിക്സർ എന്താണെന്ന് നോക്കാം. ഇൻ എ മിക്സർ റേഷ്യോ എയർ ഈസ് മോർ ദാൻ ഫ്യൂവൽ ഇറ്റ് ഈസ് എ ലീൻ മിക്സർ. അതായത് ഒരു മിക്സർ റേഷ്യോയില് ഫ്യൂവലിനേക്കാൾ കൂടുതലാണ് എയർ എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ലീൻ മിക്സർ എന്ന് പറയുന്നു. എയറിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ലീൻ മിക്സർ എന്ന് പറയുന്നു. അടുത്തതാണ് വെഞ്ചുറി. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ചോക്ക് ട്യൂബ് കീപ്സ് ലെസ് ഡയാമീറ്റർ ഈസ് നോൺ ആസ് വെഞ്ചുറി. അതായത് ചോക്ക് ട്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബറേറ്ററിലെ ഫ്യൂവൽ പാസ് ചെയ്യുന്ന ട്യൂബിനെയാണ് നമ്മൾ ചോക്ക് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേക ഭാഗത്ത് ഡയമീറ്റർ കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഞ്ചുറി എന്ന് പറയുന്നത്. Additives. Several chemical additives are mixed with fuel to improve combustion and control harmful deposit and to increase the anti-freezing quality of the fuel. അതായത് വ്യത്യസ്തങ്ങളായ അഡിറ്റീവ്സ് നമ്മൾ ഫ്യൂവലിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കമ്പഷൻ അഥവാ ജ്വലനം ഈസി ആക്കുന്നതിനും, അതുപോലെ തന്നെ കൺട്രോൾ ഹാംഫുൾ ഡെപ്പോസിറ്റ് അതായത് എഞ്ചിന്റെ കോമ്പണൻസിന് അപകടകരമായ കണ്ടന്റ്സ് എന്തെങ്കിലും ഫ്യൂൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും, ടു ഇൻക്രീസ് ദ ആന്റി ഫ്രീസിംഗ് ക്വാളിറ്റി ഓഫ് ദ ഫ്യൂൽ അതായത് ഫ്യൂലിന്റെ കട്ടയാവാനുള്ള ഫ്രീസ് ആവാനുള്ള ക്വാളിറ്റി കുറയുന്നതിനും അഡിറ്റീവ്സ് നമ്മളെ സഹായിക്കുന്നു. ഇനി അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഓക്സിഡേഷൻ ഇൻഹിബിറ്റേഴ്സ്. ഇറ്റ് പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ഗം വൈൽ ദ പെട്രോൾ ഈസ് ഇൻ സ്റ്റോറേജ്. അതായത് പെട്രോൾ സ്റ്റോറേജ് ഇരിക്കുന്ന സമയത്ത് ഗം ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഓക്സിഡേഷൻ ഇൻഹിബിറ്റേഴ്സ്. ഗം കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ഗം കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കമ്പഷന് തടസ്സമായി വരും. അതുകൊണ്ട് തന്നെ ഗം കണ്ടന്റ് കുറവുള്ള ഫ്യൂൽ ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. നമുക്കറിയാം ഫ്യൂവൽ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ ഇൻകംപ്ലീറ്റ് അപൂരിതമായ ഹൈഡ്രോ കാർബൺ കണ്ടൻസ് ആണ് ഗമ്മായി ഫോം ചെയ്യുന്നത്. ഇത് കമ്പഷൻ തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓക്സിഡേഷൻ ഇൻഹിബിറ്റേഴ്സ് ആഡ് ചെയ്യുന്നു അഡിറ്റീവായിട്ട്. അടുത്താണ് മെറ്റൽ ഡിയാക്ടിവേറ്റേഴ്സ് which protect the petrol from the harmful effect of certain metals that mix up in the refining process. ഇത് വേറൊന്നുമല്ല, അതായത് പെട്രോളിനകത്ത് മെറ്റൽസിന് ഹാംഫുൾ ആയ ചില കണ്ടൻസ് ഒക്കെ ഉണ്ട്. ഇത് റിഫൈനിങ് പ്രോസസ്സിന്റെ സമയത്ത് തന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റൽ ഡിയാക്ടിവേറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് റസ്റ്റ് റെസിസ്റ്റേഴ്സ്. ഇത് പ്രൊട്ടക്ട് ദ ഫ്യൂവൽ സിസ്റ്റം ഓഫ് ദ വെഹിക്കിൾ ഫ്രം റസ്റ്റ്. അതായത് ഫ്യൂവൽ സിസ്റ്റത്തിൽ റസ്റ്റ് അഥവാ തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടി റസ്റ്റ് റെസിസ്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ മെറ്റൽ ഡിയാക്ടിവേറ്റേഴ്സും റസ്റ്റ് റെസിസ്റ്റേഴ്സും ആഡ് ചെയ്യുന്നത് എഞ്ചിൻ കോമ്പണൻസിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും അതുപോലെ അതിന്റെ മെറ്റൽസിനൊന്നും ഹാംഫുൾ ആയ ഒരു എഫക്റ്റും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്ററും മെറ്റൽ ഡിയാക്ടിവേറ്റേഴ്സും നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്തതാണ് ഐസ് റെസിസ്റ്റേഴ്സ്.
ഐസ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ആന്റി ഫ്രീസിങ് ക്വാളിറ്റി, അതായത് ഫ്രീസ് ആവാതിരിക്കാനുള്ള കഴിവ്. ഇറ്റ് പ്രൊട്ടക്ട് ദ ഫ്യൂവൽ ഫ്രം ഐസിങ് ആൻഡ് ഫ്രീസിങ് ഇൻ കാർബറേറ്റർ ആൻഡ് ഫ്യൂവൽ ലൈൻ. അതായത് കാർബറേറ്ററിലോ മറ്റു ഫ്യൂവൽ ലൈനിലോ ഫ്യൂവല് ഐസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ആയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസ് റെസിസ്റ്റേഴ്സ് ആക്റ്റീവായിട്ട് ആഡ് ചെയ്യുന്നത്. ഡിറ്റർജൻസ്, ഇറ്റ് കീപ്സ് ദ ഫ്യൂവൽ സിസ്റ്റം ക്ലീൻ. വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറ്റർജൻസും അഡിറ്റീവായിട്ട് ആഡ് ചെയ്യാറുണ്ട്. അടുത്തതാണ് പെട്രോൾ ഫ്യൂൽ ഫീഡ് സിസ്റ്റം. The main purpose of the petrol fuel feed system is to supply the fuel to the engine. അതായത് പെട്രോൾ ഫ്യൂൽ സിസ്റ്റത്തിന്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്രോൾ എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുക എന്നതാണ് പെട്രോൾ ഫ്യൂൽ ഫീഡ് സിസ്റ്റത്തിന്റെ ധർമ്മം. പ്രധാനമായും ഇനി പറയുന്ന 5 മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഒന്ന് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, 2 പ്രഷറൈസ്ഡ് ഫീഡ് സിസ്റ്റം, 3 ഓട്ടോവാക് ഫീഡ് സിസ്റ്റം, 4 പമ്പ് ഫീഡ് സിസ്റ്റം, 5 ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ആദ്യം പറഞ്ഞ 4 സിസ്റ്റം, ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം ആയാലും പ്രഷറൈസ്ഡ് ഫീഡ് സിസ്റ്റം ആയാലും ഓട്ടോവാക് ഫീഡ് സിസ്റ്റം ആയാലും പമ്പ് ഫീഡ് സിസ്റ്റം ആയാലും നമ്മൾ കാർബറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ആണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചാണ് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കാർബറേറ്റർ ആവശ്യമില്ല. അടുത്തതാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. ഇൻ ദി സിസ്റ്റം ഫ്യൂൽ ടാങ്ക് ഈസ് കെപ്റ്റ് അറ്റ് എ ഹയർ ലെവൽ ദാൻ കാർബറേറ്റർ. ഈ സിസ്റ്റത്തില് കാർബറേറ്ററിന്റെ മുകളിലായിരിക്കും എപ്പോഴും ഫ്യൂൽ ടാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഫ്യൂവലിന്റെ ഗ്രാവിറ്റി പവർ കൊണ്ട് മാത്രമാണ് ഇതില് കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ എത്തുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പമ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതില് ഫ്യൂൽ ടാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാർബറേറ്ററിന്റെ മുകളിലായിരിക്കും. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഫ്യൂവൽ ഫ്ലോ ടു ദ കാർബറേറ്റർ ബൈ ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി. ഫ്യൂവല് കാർബറേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഫ്യൂവലിന്റെ ഗ്രാവിറ്റി പവർ കൊണ്ട് മാത്രമാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടേഴ്സ് ആൻഡ് സ്റ്റേഷനറി എഞ്ചിൻസ്. നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടോർ സൈക്കിളുകളിലും സ്കൂട്ടറുകളിലും സ്റ്റേഷനറി എഞ്ചിനുകളിലൊക്കെയാണ് നമ്മൾ ഈ ഫീഡ് സിസ്റ്റം നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ബൈക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് പ്രഷറൈസ്ഡ് ഫീഡ് സിസ്റ്റം. In this system, fuel in the fuel tank was kept under a constant pressure. ഈ സിസ്റ്റത്തില് ഫ്യൂൽ ടാങ്കിലെ ഫ്യൂവലിന് ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എയർ പ്രഷർ വാസ് സപ്ലൈഡ് ബൈ എൻജിൻ ഡ്രിവൺ പമ്പ്. ഈ എയർ പ്രഷർ ഫ്യൂൽ ടാങ്കിൽ സപ്ലൈ ചെയ്യുന്നത് എൻജിൻ ഡ്രിവൺ, അതായത് എൻജിൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു പമ്പ് മുഖേനയാണ് ഫ്യൂൽ ടാങ്കിലെ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എ പ്രഷർ റിലീഫ് വാൾവ് കെപ്റ്റ് ദ പ്രഷർ അറ്റ് പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. ഫ്യൂൽ ടാങ്കിലെ പ്രഷർ എന്നുള്ളത് നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂവിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതില്ലാതിരിക്കാൻ വേണ്ടി ഒരു പ്രഷർ റിലീഫ് വാൾവ് ഉണ്ട്. ഈ വാൾവ് നമ്മളെ സഹായിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ലെവലില് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ റിലീഫ് വാൾവ് ഓപ്പൺ ആവുകയും കുറച്ച് പ്രഷറിനെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. A hand pump provided at the dashboard used to put the system under initial pressure for starting the engine. അതായത് നമുക്ക് കോൾഡ് കണ്ടീഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്യൂൽ വേണം. ഇതിനു വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ഡ്രിവൺ പമ്പ്, ഹാൻഡ് പ്രൈം പമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇത് ഉപയോഗിച്ച് നമുക്ക് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് കൂടുതൽ ഫ്യൂൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ റിച്ച് മിക്സറിന്റെ കാര്യം, മിക്സർ റേഷ്യോയുടെ കാര്യം പറഞ്ഞപ്പോൾ റിച്ച് മിക്സറിന്റെ കാര്യം പറഞ്ഞു. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് നമുക്ക് റിച്ച് മിക്സർ വേണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു ഹാൻഡ് പമ്പ് ഉണ്ടാവും. ഈ ഹാൻഡ് പമ്പ് ഡാഷ്ബോർഡിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ രാവിലെ കോൾഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫ്യൂൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അടുത്തതാണ് ഓട്ടോവാക് ഫീഡ് സിസ്റ്റം. This system uses engine manifold vacuum to draw fuel from tank to autovac tank. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ ഫ്യൂൽ ടാങ്ക് കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ടാങ്ക് ഉണ്ടാവും. ഈ ടാങ്കിന്റെ പേരാണ് ഓട്ടോവാക്ക് ടാങ്ക്. ഇപ്പോൾ ഫ്യൂൽ ടാങ്കിൽ നിന്ന് മാനിഫോൾഡ് വാക്വം ഉപയോഗിച്ച് ഫ്യൂവല് നമ്മൾ ഓട്ടോവാക്ക് ടാങ്കിലേക്ക് എത്തിക്കുന്നു. അതായത് ഇൻലെറ്റ് മാനിഫോൾഡിലെ വാക്വം ഉപയോഗിച്ച് നമ്മൾ ഫ്യൂവലിനെ സക്ക് ചെയ്ത് ഓട്ടോവാക്ക് ടാങ്കിലേക്ക് എത്തിക്കുന്നു. ഫ്രം വേർ ഇറ്റ് ഈസ് ഫെഡ് ടു ദ കാർബറേറ്റർ ബൈ ഗ്രാവിറ്റി. അവിടുന്ന് നമ്മൾ ഫ്യൂവലിന്റെ ഗ്രാവിറ്റി മൂലം കാർബറേറ്ററിലേക്ക് എത്തിക്കുന്നു. The fuel tank is placed away from the engine at some suitable place. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ടാങ്ക് കാർബറേറ്ററിന്റെ മുകളിലായി വെക്കണം എന്ന് നിർബന്ധമില്ല. ഓട്ടോവാക്ക് ടാങ്ക് മാത്രം നമുക്ക് കാർബറേറ്ററിന്റെ മുകളിൽ പ്ലേസ് ചെയ്താൽ മതി. ഫ്യൂൽ ടാങ്ക് നമുക്ക് വേറെ എവിടെ വേണേലും അനുയോജ്യമായ സ്ഥലത്ത് വെക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഓട്ടോവാക്ക് ടാങ്കിലേക്ക് ഫ്യൂവൽ എത്തുന്നത് മാനിഫോൾഡ് വാക്വം വഴിയാണ്. അതായത് ഇൻലെറ്റ് മാനിഫോൾഡിലെ വാക്വം മൂലമാണ് നമുക്ക് ഓട്ടോവാക്ക് ടാങ്കിലേക്ക് ഫ്യൂവൽ എത്തുന്നത്. ഇതാണ് ഗ്രാവിറ്റി പവർ കൊണ്ട് നേരെ കാർബറേറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓട്ടോവാക്ക് സിസ്റ്റത്തിന്റെ വർക്കിംഗ്. The working of autovac tank depends upon the engine manifold vacuum. Engine manifold vacuumത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് ഓട്ടോവാക്ക് ഫീഡ് സിസ്റ്റത്തിന്റെ വർക്കിംഗ്. എത്രയാണോ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? വാക്വം ക്രിയേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഫ്യൂവൽ ഓട്ടോവാക്ക് ടാങ്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണൊരു ഓട്ടോവാക്ക് ഫീഡ് സിസ്റ്റം. അടുത്തതാണ് പമ്പ് ഫീഡ് സിസ്റ്റം. പമ്പ് ഫീഡ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങളാണ് എയർ ഫിൽട്ടർ, കാർബറേറ്റർ, അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ ഫിൽട്ടർ ഉണ്ട്, ഫ്യൂവൽ പമ്പ് ഉണ്ട്. ഇതും നേരെ കാർബറേറ്ററിലേക്ക് എത്തുന്നു. അപ്പോൾ കാർബറേറ്ററിലേക്ക് എത്തുന്നത് എയർ ഫിൽട്ടറിനും എയറും വരുന്നു, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലും വരുന്നു. ഇതാണ് കാർബറേറ്റർ മിക്സ് ചെയ്ത് നേരെ എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത്. ഫ്യൂവൽ is fed to the carburetor under pressure by mechanically or electrically operated pump. അതായത് കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ എത്തിക്കുന്നത് മെക്കാനിക്കലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഡ്രിവൺ ചെയ്യുന്ന ഒരു പമ്പാണ് കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ എത്തിക്കുന്നത്. ഫ്യൂവൽ ഈസ് ഡ്രോൺ ഫ്രം ദ ടാങ്ക് ആൻഡ് ഫെഡ് ടു ദ കാർബറേറ്റർ അണ്ടർ സക്ഷൻ ആൻഡ് പ്രഷർ ഓഫ് ദ പമ്പ്. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ഫ്യൂവൽ പമ്പാണ് ഫ്യൂവല് സക്ക് ചെയ്ത് കാർബറേറ്ററിലേക്ക് എത്തിക്കുന്നത്. ആവശ്യമായ പ്രഷറിൽ സപ്ലൈ ചെയ്യുന്നതും ഫ്യൂവൽ പമ്പിന്റെ ഒരു ധർമ്മമാണ്. അടുത്തതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഫിൽട്ടർ, ഫ്യൂവൽ ഫീഡ് പമ്പ്, ഒരു ഫ്യൂവൽ റെയിലുണ്ട്, ഇഞ്ചക്ടർ ഉണ്ട്, അതിനുശേഷം ഇവിടെ ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്, ഫ്യൂവൽ റിട്ടേൺ ലൈൻ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. The petrol injection system now comes to modern vehicle. ഇപ്പോൾ വരുന്ന പുതിയ ലേറ്റസ്റ്റ് വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പെട്രോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. The fuel is atomized by means of an injector nozzle. അതായത് ഇവിടെ നമ്മൾ ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്യുന്നത് ഒരു ഇഞ്ചക്ടർ നോസിലിന്റെ സഹായത്തോടു കൂടിയാണ്. Then delivered into an air stream. ആ ഇഞ്ചക്ടർ നോസിലാണ് എയർ ഫിൽട്ടറിൽ നിന്ന് വരുന്ന എയറിലേക്ക് ഈ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നത്. There may be separate fuel injector are used for separate cylinders or one single is used. അത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഓരോ സിലിണ്ടറും ഇൻഡിവിജ്വൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഇഞ്ചക്ടർ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം ഓരോന്നിന്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ഫ്യൂവൽ ടാങ്ക് നമുക്കറിയാം ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിൽട്ടർ നമുക്കറിയാം ഫ്യൂവലിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂവൽ ഫിൽട്ടർ. ഫ്യൂവൽ പമ്പ് ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഫ്യൂവലിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഫ്യൂവൽ റെയിലുണ്ട്. ഫ്യൂവൽ റെയിലാണ് ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. ഇത് മൂലം തന്നെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഫ്യൂവല് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഫ്യൂവൽ റെയിലിൽ പ്രഷർ അധികമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഷർ റെഗുലേറ്റർ ഓപ്പൺ ആവുകയും റിട്ടേൺ ലൈൻ വഴി തിരിച്ച് ആ ഫ്യൂവൽ ടാങ്കിൽ തന്നെ എത്തുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്രഷർ റെഗുലേറ്റർ കൊടുത്തിരിക്കുന്നത്. ഇഞ്ചക്ടർ ആണ് നമുക്ക് ഫ്യൂവലിനെ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്നത്.
മറ്റേ എയർ സ്ട്രീമിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഇതാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങളും അതിന്റെ ചെറിയ രീതിയിലുള്ള ഒരു വർക്കിങ്ങും. കൂടുതലായി നമുക്ക് MBFI സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോമ്പണൻസ് ഓഫ് പമ്പ് ഓർ ഫോഴ്സ് ഫീൽഡ് സിസ്റ്റം. അതായത് പമ്പ് അല്ലെങ്കിൽ ഫോഴ്സ് ഫീൽഡ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വെന്റ് പൈപ്പ് ഉണ്ട്, ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ ലൈൻ ഉണ്ട്, റിട്ടേൺ ലൈൻ ഉണ്ട്, ഫ്യൂവൽ ഫീൽഡ് പമ്പ് ഉണ്ട്, കാർബറേറ്റർ ഉണ്ട്, എയർ ക്ലീൻ ഉണ്ട്. ഇതിങ്ങനെയാണ് നമ്മളൊരു ഭാഗത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കോമ്പണൻസ് ഓഫ് പമ്പ് ഓർ ഫോഴ്സ് ഫീൽഡ് സിസ്റ്റം. This system consists of the following main components. ഒന്ന് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഫിൽട്ടർ, ഫ്യൂവൽ പമ്പ്, കാർബറേറ്റർ, ഫ്യൂവൽ ഗേജ്. പ്രധാന ഭാഗങ്ങളാണ് ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ ഫിൽട്ടർ ഉണ്ട്, ഫ്യൂവൽ പമ്പ് ഉണ്ട്, കാർബറേറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജും ഉണ്ട്. ഇനി ഫ്യൂവൽ ടാങ്ക് എന്താണെന്ന് നോക്കാം. ഫ്യൂവൽ ടാങ്ക് നമുക്കറിയാം, ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭാഗമാണ് ഫ്യൂവൽ ടാങ്ക് എന്ന് പറയുന്നത്. മെറ്റീരിയൽ galvanized mild steel sheet coated with lead or tin alloy. അതായത് ഫ്യൂവൽ ടാങ്കിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ഷീറ്റ്, അതിൽ തന്നെ നമ്മൾ ലെഡ് അല്ലെങ്കിൽ ടിന്നിന്റെ കോട്ടിംഗ് കൊടുക്കും. അതായത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, പ്രൊട്ടക്ട് ഫ്രം റസ്റ്റിംഗ്, തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലെഡിന്റെയോ ടിന്നിന്റെയോ കോട്ടിംഗ് കൂടെ ഫ്യൂവൽ ടാങ്കിന് കൊടുക്കുന്നു. തുരുമ്പെടുത്ത് കഴിഞ്ഞാൽ ലീക്ക് വരും. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോയ് കോട്ടിംഗ് കൊടുക്കുന്നത്. ലെഡ് അല്ലെങ്കിൽ ടിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില വാഹനങ്ങളിൽ നമ്മൾ അലുമിനിയത്തിന്റെ ഫ്യൂവൽ ടാങ്ക് ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അടുത്താണ് ഇന്റേണൽ ബഫിൾ പ്ലേറ്റ്സ് ടു അവോയ്ഡ് ഫ്യൂവൽ സ്ലാഷിംഗ്. അതായത് ഇന്റേണൽ ബഫിൾ പ്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാഷിംഗ് എന്ന് പറഞ്ഞാൽ അലകൾ. വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലകൾ ഉണ്ടാകും ഫ്യൂവൽ ടാങ്കിൽ. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ബാഫിൾ പ്ലേറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്യൂവൽ ടാങ്കിൽ. അടുത്തതാണ് ഫില്ലർ ക്യാപ്പ് വിത്ത് വെന്റ് ഹോൾ. അതായത് ഫില്ലർ ക്യാപ്പ് വിത്ത് വെന്റ് ഹോൾ, അതായത് എയർ വെന്റ് ഹോള് ഫില്ലർ ക്യാപ്പിൽ ഉണ്ടാവും. നമ്മുടെ ഫ്യൂവൽ ടാങ്കിന്റെ ക്യാപ്പ് നോക്കി നമുക്ക് കാണാം ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. അത് എയർ വെന്റിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഡ്രെയിൻ പ്ലഗ് ഉണ്ടാവും. ഫ്യൂവൽ നമുക്ക് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഇതിനു വേണ്ടി നമുക്കൊരു ഡ്രെയിൻ പ്ലഗ് ഉണ്ടാവും. ഫ്യൂവൽ ഗേജിന്റെ ടാങ്ക് യൂണിറ്റ് ഉണ്ടാകും. നമ്മൾ ഗേജസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. നമുക്കറിയാം ഫ്യൂവൽ ഗേജിന്റെ 2 യൂണിറ്റ് ആണല്ലോ, ഒന്ന് ഡാഷ് യൂണിറ്റും മറ്റേത് ഫ്യൂവൽ ടാങ്ക് യൂണിറ്റും. അപ്പോൾ ഫ്യൂവൽ ഗേജിന്റെ ടാങ്ക് യൂണിറ്റ് ആണ് നമുക്ക് ഇതില് ഫ്യൂവൽ ടാങ്കിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തതാണ് ഫ്യൂവൽ ഫിൽറ്റേഴ്സ്. ദ പെട്രോൾ ഫിൽറ്റർ പ്രൊട്ടക്ട്സ് ദ എൻജിൻ സപ്ലൈ സിസ്റ്റം ബൈ എലിമിനേറ്റിംഗ് any impurities or foreign materials from the fuel. The petrol filter protects the engine supply system by eliminating any impurities or foreign materials from the fuel. അതായത് ഫ്യൂവലിൽ നിന്ന് ഫോറിൻ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസോ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂവൽ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. Filtered fuels thus help to increase engine performance and service life. അതായത് നമ്മൾ ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ ലൈഫ് കൂടുന്നു, അതുപോലെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ഫിൽറ്റേഴ്സ് ദ ഫ്യൂവൽ ബിഫോർ ഇറ്റ് ഗോസ് ടു ദ എഞ്ചിൻ. അതായത് എഞ്ചിനിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കാർബറേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്യുക എന്നതാണ് ഫ്യൂവൽ ഫിൽറ്ററിന്റെ ധർമ്മം. It consists of an inlet, outlet and filtering element and a cover. അതായത് ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു ഇൻലെറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും, ഫിൽറ്ററിംഗ് എലമെന്റ് ഉണ്ടാവും, പിന്നെ അതിനൊരു കവറും ഉണ്ടാവും. ഇതാണ് ഒരു ഫ്യൂവൽ ഫിൽറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ. The fuel filter is located in between fuel tank and fuel feed pump. അതായത് ഫ്യൂവൽ ഫിൽറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഫ്യൂവൽ ടാങ്കിന്റെയും ഫ്യൂവൽ ഫീഡ് പമ്പിന്റെയാണ് കാർബറേറ്റർ ഫ്യൂവൽ സിസ്റ്റത്തില് ഒരു ഫ്യൂവൽ ഫിൽറ്ററിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂവൽ ടാങ്കിന്റെയും ഫ്യൂവൽ ഫീഡ് പമ്പിന്റെയും ഇടയിലായിട്ടായിരിക്കും. പക്ഷേ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തില്
ഇത് ഫ്യൂവൽ ടാങ്കിൽ ഫ്യൂവൽ പമ്പിനോട് കൂടിയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്യൂവൽ പമ്പിനോട് കൂടെ ഫ്യൂവൽ ടാങ്കിലായിരിക്കും ഇലക്ട്രോണിക് ഫ്യൂവൽ സിസ്റ്റത്തിലെ ഫ്യൂവൽ ഫിൽറ്ററിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. In an electronic fuel injection system, the petrol filter must bear a pressure of 6 bar. അതായത് ഇലക്ട്രോണിക് ഫ്യൂവൽ സിസ്റ്റത്തില് വേറൊരു ധർമ്മം കൂടി ഉണ്ട്. ഫ്യൂവലിന് 6 ബാറിൽ പ്രഷറിൽ താങ്ങാനുള്ള ശേഷി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷി കൂടി ഫ്യൂൽ ഫിൽറ്ററിന് ഉണ്ടായിരിക്കണം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫ്യൂവൽ ഫീഡ് പമ്പ്. The function of the fuel feed pump is to pump the fuel from the tank to the carburetor or fuel rail. അതായത് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത് കാർബറേറ്റർ ഉപയോഗിക്കുന്ന എഞ്ചിനിലാണെങ്കിൽ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ പമ്പ് ചെയ്ത് കാർബറേറ്ററിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഒരു ഫ്യൂവൽ പമ്പ് ചെയ്യുന്നത്. അതല്ല ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ പമ്പ് ചെയ്ത് ഫ്യൂവൽ റെയിലിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ഒരു ഫ്യൂവൽ ഫീഡ് പമ്പ് ചെയ്യുന്നത്. There are two types of fuel feed pumps. ഒന്ന് മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, രണ്ട് ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഫ്യൂവൽ പമ്പുകൾ ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, രണ്ടാമത്തേതാണ് ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. ഇനി കാർബറേറ്റർ ടൈപ്പ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ പമ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, രണ്ട് SU ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. അതായത് കാർബറേറ്റർ ടൈപ്പ് എഞ്ചിനുകളിൽ രണ്ട് ടൈപ്പ് ഫ്യൂവൽ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, രണ്ട് SU ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. അടുത്തത് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ മെനി മോഡേൺ കാർസ് ദ ഫ്യൂവൽ പമ്പ് ഈസ് യൂഷ്വലി ഇലക്ട്രിക് ആൻഡ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഫ്യൂവൽ ടാങ്ക്. അതായത് ലേറ്റസ്റ്റ് വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തില് ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകളാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂവൽ ടാങ്കിലായിരിക്കും. The pump creates positive pressure in the fuel lines, pushing the gasoline to the fuel rail. അതായത് ഈ പമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ലൈനിൽ കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഇലക്ട്രിക് ഫ്യൂവൽ പമ്പുകളായിരിക്കും. അത് മാത്രമല്ല പുഷിംഗ് ദ ഗ്യാസോലിൻ ടു ദ ഫ്യൂവൽ റെയിൽ. അതായത് ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ ആണെന്ന് നമുക്കറിയാം. പെട്രോളിനെ ഫ്യൂവൽ റെയിലിലേക്ക് എത്തിക്കുന്നതും ഫ്യൂവൽ പമ്പാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. ദിസ് ഫ്യൂവൽ പമ്പ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ആൻ എക്സെൻട്രിക് ഓൺ ദ എഞ്ചിൻ ക്യാംഷാഫ്റ്റ്. എഞ്ചിൻ ക്യാംഷാഫ്റ്റിലുള്ള ഒരു എക്സെൻട്രിക് വീൽ ഉപയോഗിച്ചാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഡയഫ്രം ടൈപ്പ് ഓഫ് പമ്പ്. അതായത് ഇതൊരു ഡയഫ്രം ടൈപ്പ് പമ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ആണ് ഫ്യൂവലിനെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകം. The diaphragm used is made out of a high-grade cotton impregnated with synthetic rubber. അതായത് ഈ ഡയഫ്രം നിർമ്മിച്ചിരിക്കുന്നത് ഹൈഗ്രേഡ് കോട്ടണും സിന്തറ്റിക് റബ്ബറും ഉപയോഗിച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഒരു കെമിക്കലാണ്. ഈ കെമിക്കല് പെട്ടെന്ന് തന്നെ ഡയഫ്രത്തിനെ ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഗ്രേഡ് കോട്ടണും സിന്തറ്റിക് റബ്ബറും ഉപയോഗിച്ചാണ് നമ്മുടെ ഡയഫ്രത്തിനെ നിർമ്മിച്ചിരിക്കുന്നത്. The valves are made up of backlight which is being lighter and keeps the inertia stress minimum. അതായത് വാൽവുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബാക്ക്ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനേർഷ്യ സ്ട്രെസ് മിനിമത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. AC മെക്കാനിക്കൽ പമ്പിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഭാഗത്തിന്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്തതാണ് ഇലക്ട്രിക്കൽ പമ്പ്സ്. These type of fuel pumps are operated by an electrical power. അതായത് ഈ പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചാണ്. പമ്പ് ക്യാൻ ബി മൗണ്ടഡ് അറ്റ് എനി കൺവീനിയന്റ് പൊസിഷൻ. അതായത് ഏത് കൺവീനിയന്റ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ പറഞ്ഞു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എങ്ങനെയായിരുന്നു, എഞ്ചിന്റെ ക്യാംഷാഫ്റ്റിലുള്ള എക്സെൻട്രിക് വീൽ ഉപയോഗിച്ചാണ് ഡ്രൈവ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇലക്ട്രിക്കൽ പവർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേലും പ്ലേസ് ചെയ്യാൻ സാധിക്കും. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയഫ്രം ടൈപ്പ്, രണ്ട് ബെലോസ് ടൈപ്പ്, 3 ഇമ്പല്ലർ ടൈപ്പ്. ഇതിൽ ഇമ്പല്ലർ ടൈപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ഇലക്ട്രിക്കൽ പമ്പ്. അടുത്തതാണ് പെട്രോൾ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ് കാർബറേറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ atomizes and vaporized fuel. അതായത്
ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്യാനും വാപ്പറൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കാർബറേറ്റർ. മിക്സസ് ഫ്യൂവൽ ആൻഡ് എയർ ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ. ഫ്യൂവലിനെയും എയറിനെയും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്ന കാർബറേറ്റർ ആണ്. കൺട്രോൾസ് ദ സപ്ലൈ ഓഫ് എയർ ഫ്യൂവൽ മിക്സർ അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ സച്ച് ആസ് സ്പീഡ്, ലോഡ് ആൻഡ് ടെമ്പറേച്ചർ. എഞ്ചിന്റെ സ്പീഡ്, ലോഡ്, അതുപോലെ എഞ്ചിൻ ടെമ്പറേച്ചർ, ഈ 3 ഘടകങ്ങളെ അനുസരിച്ച് ആവശ്യമായ ഫ്യൂവൽ സപ്ലൈ ചെയ്യുക എന്നുള്ള കടമ ചെയ്യുന്നത് കാർബറേറ്റർ ആണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കാർബറേറ്ററിന്റെ ടൈപ്സ് ആണ്. അതിന് വിത്ത് റിഗാർഡ് ടു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിലേക്ക് എയർ എത്തുന്ന രീതിക്ക് അനുസരിച്ച് കാർബറേറ്ററിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 അപ്പ് ഡ്രാഫ്റ്റ്, 2 ഡൗൺ ഡ്രാഫ്റ്റ്, 3 ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ്. ഈ അപ്പ് ഡ്രാഫ്റ്റ് എന്താന്ന് നോക്കാം. അപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കാർബറേറ്ററിന്റെ താഴെ നിന്ന് മുകളിലേക്ക് എയർ എത്തുന്ന രീതിയാണ് നമ്മൾ അപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന കാർബറേറ്ററിലെല്ലാം അപ്പ് ഡ്രാഫ്റ്റ് കാർബറേറ്റർ ആണ്. അടുത്താണ് ഡൗൺ ഡ്രാഫ്റ്റ് കാർബറേറ്റർ. ഡൗൺ ഡ്രാഫ്റ്റ് കാർബറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിലേക്ക് എയർ എത്തുന്നത് കാർബറേറ്ററിന്റെ മുകൾ ഭാഗത്തു നിന്നായിരിക്കും. ഇത് സാധാരണ കോമൺ ആയി നമ്മൾ കണ്ടുവരുന്നത് കാർബറേറ്റർ ആണ്. അടുത്തതാണ് ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് കാർബറേറ്റർ. അതായത് 2 വീലറിലൊക്കെ നമ്മൾ കാണാം, കാർബറേറ്ററിന്റെ സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എയർ നമുക്ക് കാർബറേറ്ററിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള കാർബറേറ്ററുകൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് കാർബറേറ്ററുകൾ എന്ന് പറയുന്നു. അടുത്തതാണ് വിത്ത് റിഗാർഡ് ടു ദ വർക്കിംഗ് കൺസ്ട്രക്ഷൻ. അതായത് കോൺസ്റ്റന്റ് ചോക്ക് കാർബറേറ്റർ ഉണ്ട്, കോൺസ്റ്റന്റ് വാക്വം കാർബറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ വിത്ത് റിഗാർഡ് ടു ദ നമ്പർ ഓഫ് ബാരൽ ഓർ ചോക്ക്, സിംഗിൾ ബാരൽ ടൈപ്പ് ഉണ്ട്, ഡുവൽ ബാരൽ അല്ലെങ്കിൽ ഡബിൾ ബാരൽ ടൈപ്പ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കാർബറേറ്ററിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഇനിയുള്ളത് ഫ്യൂവൽ ഗേജ് ആണ്. ഫ്യൂവൽ ഗേജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാം. നിങ്ങളുടെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.